ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ആർക്കേസ് ചാനൽ. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ തോട്ടത്തിലുള്ള പാഷൻ ഫ്രൂട്ടിനെ കുറിച്ചിട്ടാണ് കേട്ടോ. പാഷൻ ഫ്രൂട്ട് രണ്ട് വെറൈറ്റി ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു യെല്ലോ വെറൈറ്റിയും പിന്നെ ഒരു പർപ്പിളും. പർപ്പിൾ കുറച്ചും കൂടിയിട്ട് ഒരു രണ്ടും ഒരു ചെറിയ പുളി ഉണ്ടാവും, പക്ഷേ ഇത് കുറച്ച് പർപ്പിൾ കുറച്ച് കമ്പാരിറ്റീവ്ലി സ്വീറ്ററാണ്. പിന്നെ ഇതിനകത്ത് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇതിനകത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വിറ്റാമിൻ എ, വിറ്റാമിൻ സി, ഫൈബർ, ആൻറ്റി ഓക്സിഡൻറ്റ് ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണിത്. നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു ജെൽ മാതിരി ഉണ്ടാവും. അത് നമ്മൾ തൊലിക്ക് ലേശം കട്ടി ഉണ്ടാവും. അതിനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ രണ്ടായി കട്ട് ചെയ്യുക, എന്നിട്ട് സ്പൂൺ കൊണ്ട് നമുക്ക് നേരിട്ട് കഴിക്കുക, അല്ല കുറച്ച് പഞ്ചസാര ഇട്ട് കഴിക്കേണ്ടവർക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അത് നല്ലൊരു ഇതാണ്. അപ്പോൾ ഇതിനകത്തുള്ളത് ജെല്ലുണ്ടാവും, അതിൽ പിന്നെ ബ്ലാക്ക് സീഡ്സ് ഉണ്ടാവും. ഓക്കെ, ആ സീഡ്സൊക്കെ നല്ല ഹെൽത്തിയാണിത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ അറിയേണ്ട ആൾക്കാർ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്യൂ കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇതിൻ്റെ ഗുണങ്ങൾ, ഹെൽത്ത് ബെനിഫിറ്റ്സ്. ഇവിടെ നമ്മൾ വെച്ചിരിക്കുന്നത് പർപ്പിൾ വെറൈറ്റിയാണ്. ഇതിപ്പോൾ നിറയെ കായ്ച്ചിട്ടുണ്ട്. ഫസ്റ്റായിട്ടിപ്പോൾ മൂത്ത് പഴുത്തിട്ടുണ്ട്, അത് വലിക്കാൻ പോവാണ്. ഓക്കെ, നിറയെ കായ്ച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു ചെടിയാണ് വെച്ചിട്ടുള്ളത്, പർപ്പിൾ വെറൈറ്റി. ഇതിനെ കാവേരി എന്നാണ് ഞാൻ വാങ്ങിച്ചപ്പോൾ അവർ പറഞ്ഞത്. ഇതിൻ്റെ പേര് കാവേരി എന്നാണെന്ന് പറഞ്ഞു. അത് മേ ബി ഡിഫറെൻറ്റ് പേരിൽ അറിയപ്പെടുന്നുണ്ടാവും. ഇത് ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു ഷെയ്ഡിനും കൂടിയിട്ട് വേണ്ടിയിട്ടായിരുന്നു. കാരണം ഇവിടെ പാലക്കാട് നല്ല വെയിലല്ലേ, ആ സമയത്ത് ഈ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഭയങ്കരമായിട്ട് മഞ്ഞ അടിച്ച് അതിൻ്റെ തണ്ടൊക്കെ ഭയങ്കരമായിട്ട് ചീഞ്ഞു പോകുമായിരുന്നു. ഭയങ്കര ഫംഗസ് വന്ന മാതിരി തോന്നും. അപ്പം ഞാൻ അതിന് ഗ്രീൻ നെറ്റൊക്കെ ഇട്ട് കൊടുത്തു ആ സമയത്ത്. പക്ഷേ ഇപ്പോൾ ഇത് വെച്ചപ്പോൾ അതിന് നല്ല ഒരു സൈഡ് മൊത്തം ഇതിങ്ങനെ പടർന്നിട്ട് നല്ല തണലായി, വെയിലും കിട്ടുന്നുണ്ട്. അതിന് നല്ല വെയിൽ സമയത്ത് നല്ല വെയിലും കിട്ടും. ഇപ്പോൾ ഒരു അതുമാതിരി മറ്റുള്ള ഒരുപാട് ക്രീപ്പേഴ്സ് ഞാൻ വെച്ചിട്ടുണ്ട്, വെജിറ്റബിൾസ്. അപ്പോൾ അത് കാരണം ഡ്രാഗൺ ഫ്രൂട്ടിന് പ്രത്യേകിച്ചിട്ട് എനിക്കൊരു ഷെയ്ഡ് ഇടണ്ട, ഗ്രീൻ നെറ്റ്, മനസ്സിലായില്ലേ. പിന്നെ ഇത് വെറും ജൈവവളം മാത്രമാണ്. പരിചരണം വളരെ സിമ്പിളാണ്, ഒരുപാട് പരിചരണം ഇതിനാവശ്യമില്ല. ഇടയ്ക്ക് എന്തെങ്കിലും വളങ്ങൾ, കോഴിവളമോ ആട്ടും കാഷ്ടമോ കന്നുകാലിൻ്റെ വളമോ എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കുക, നന്നായി കായ്ക്കും. എല്ലാവരും ഒരു തൈ സ്ഥല സൗകര്യമുള്ളവർ വയ്ക്കുക. കാരണം ഇത് ഫ്രണ്ടിലും വെക്കാം. നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിൽ നല്ല ഷെയ്ഡായിട്ടുണ്ടാവും. നല്ല കാണാനും ഇങ്ങനെ പഴങ്ങളിങ്ങനെ തൂങ്ങി നിൽക്കുന്ന കാണാനും നല്ലൊരു ഭംഗിയാണല്ലോ. ഓക്കെ, അപ്പോൾ എല്ലാവരും സ്ഥല സൗകര്യം അനുസരിച്ചിട്ട് വയ്ക്കുക. ടെറസിലും വയ്ക്കാം വേണ്ടവർക്ക്. അപ്പോൾ എല്ലാവരും ഒരു തൈ വെച്ച് നല്ല ഭക്ഷണം, നല്ല ഫ്രൂട്ട്സ് കഴിക്കാം നേരിട്ട്. ഓക്കെ, അപ്പോൾ താങ്ക് യു, ബൈ. നമ്മളിതപ്പോൾ രാവിലെ പാഷൻ ഫ്രൂട്ട് ഇത് പറിച്ചെടുത്തതാണ്. അപ്പോൾ ഇതിന് ജ്യൂസ് ഉണ്ടാക്കാൻ പോകണം. എങ്ങനെയാണെന്ന് നോക്കാം. വരും. അതിൻ്റെ തൊലി കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ തൊലി അടിപൊളി കട്ട് ചെയ്യണം കേട്ടോ. ശരിക്കും മുറിക്കാനേ നമുക്ക് കുറച്ച് നല്ല, എന്താ പറയുക, നല്ല കട്ടിയുള്ളതാണ്. അത്ര പെട്ടെന്നൊന്നും മുറിയില്ല. ഓക്കെ, സോ അതിൻ്റെ ഉള്ളിൽ ആ കുരുവാണ് ശരിക്കുള്ള പുളി കേട്ടോ. നല്ല പുളി. കുറച്ച് ആ മറ്റേ സോഫ്റ്റ് യെല്ലോ ഭാഗം അതൊക്കെ കുറച്ച് മധുരമുണ്ട്. പക്ഷെ കുരു അടിപൊളി പുളിയാണ്. പക്ഷെ അതിൽ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കുരുവാണ് കേട്ടോ. സോ അതിനെ എല്ലാം സ്കൂപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഓരോന്നിൻ്റെയും കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും കണ്ടുകൊണ്ടിരിക്കുന്നവരും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. എനിക്ക് കുറച്ചുകൂടി എത്താനുണ്ട്. സോ നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്താലേ നമുക്കൊന്ന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ,
സോ എല്ലാവരും പുതിയ ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട്, എനിക്കറിയുന്നുണ്ട്. സോ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ. സോ അതിലേക്ക് ഞാനൊരു 3-4 സ്പൂണ് നന്നാരി സർവത്ത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നാരിയുടെ കേട്ടോ. പിന്നെ 1 ലിറ്റർ വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര ഇടാം, അല്ലെങ്കിൽ ഡേറ്റ്സ് ഇടാം, അതിൽ ഹണി ഇടാം, അതൊക്കെ അവനവൻ്റെ ചോയ്സാണ് കേട്ടോ. അപ്പോൾ ഇത് അടിപൊളി ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണ്. സോ അടിപൊളി ഹെൽത്തി ജ്യൂസ് തയ്യാറാണ്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ലെമൺ ജ്യൂസ്, പിന്നെ ആ കുരുവാണ് അതിൽ ഹൈലൈറ്റ് പറഞ്ഞ പോലെ. അപ്പോൾ അത് ഒന്നിങ്ങനെ കടിച്ച് നമ്മൾ ചിയ സീഡ്സൊക്കെ ഇടില്ലേ, അതുപോലെ. പിന്നെ ഐസൊക്കെ അവരൊരു വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ വേണ്ട. ഓക്കെ. ആ കുരു പറഞ്ഞു വന്നില്ലേ, അത് ചിയ സീഡ്സൊക്കെ ഇടുമ്പോൾ നമുക്കൊരു കടി കിട്ടില്ലേ, അതേപോലെയാണ് ഇതിലത്തെ കുരു കേട്ടോ. ഓക്കെ. പിന്നെ ഇതിൽ മിൻറ്റ് ലീവ്സ്, പുതിന ഇല വേണ്ടവർക്ക് ഇടാം കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ്. നമുക്ക് ടേസ്റ്റ് ചെയ്യാം. നൈസ്, നന്നായിട്ടുണ്ട്. ശരിക്കും അതിനൊരു പുളിയും പുളി മധുരവും രണ്ടും കലർന്ന ഒരു ടേസ്റ്റാണ്. അത് സാധാരണ എല്ലാം നല്ല പുളിയായിരിക്കും, പക്ഷെ ഇതിന് പർപ്പിളിന് വന്നിട്ട് നല്ലൊരു മധുരവും ഒരു പുളിയും ഉണ്ട്. പർപ്പിളിന്റെ യെല്ലോ ആണ് ഉള്ളത്. യെല്ലോ പുളിയാണ്, പർപ്പിൾ മധുരമുള്ള ഒരു വെറൈറ്റിയാണ്. ഓക്കെ, നന്നായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യും. ഹാപ്പി കുക്കിംഗ്.